മന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ശ്രീ സുരേഷ് ഗോപി കേരളത്തിൽ സന്ദർശനത്തിന് വന്നു. കോഴിക്കോടാണ് ആദ്യം വന്നത്. മലബാറാണ് കേന്ദ്രീകരിച്ചത് എന്നതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് നമുക്ക് വേറെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹം തളി ക്ഷേത്രത്തിലും മറ്റ് ചില ക്ഷേത്രത്തിലും മാടായി ക്ഷേത്രത്തിലൊക്കെ പോയി. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടം. നമ്മുടെ ഭരണാധികാരികൾ പലരും ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. നല്ലത്. അദ്ദേഹം ഒരു വിശ്വാസിയാണ് എന്ന് പരക്കെ അറിയപ്പെടാവുന്ന ഒരാളാണ്. അദ്ദേഹം മറ്റൊരിടത്ത് പോയത് സഖാവ് ഇ കെ നായനാരുടെ കുടുംബ വീട്ടിലാണ്. ഇ കെ നായനാരുടെ പ്രിയപത്നി ശാരദ ടീച്ചർ, കേരളം ആകെ ബഹുമാനിക്കുന്ന ശാരദ ടീച്ചറെ അദ്ദേഹം നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ ചാനലുകളൊക്കെ വന്നു. ഒരു നിലയ്ക്ക് അതിൽ വലിയ അത്ഭുതമില്ല. കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ BJP-കാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ബഹുമാനിക്കുന്ന നേതാക്കൾ മോഡിയും അമിത്ഷായും വാജ്പേയിയും ഒക്കെ ഉള്ളതുപോലെ തന്നെ കെ കരുണാകരനും ഇ കെ നായനാരും ഞാനേറെ ബഹുമാനിക്കുന്ന നേതാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ടെക്നിക്കായിട്ട് വേണ്ടി നമുക്ക് കാണാം. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ അദ്ദേഹം ജയിച്ചതെന്ന് ഞാൻ കരുതുന്നു. കാരണം പൊളിറ്റിക്കലായി ഒരുപക്ഷെ ഇടതുപക്ഷത്തോടോ അല്ലെങ്കിൽ കരുണാകരനോടോ ആഭിമുഖ്യമുള്ള ചിലരെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം എന്ന് പോലും ഞാൻ കരുതുന്നുണ്ട്. അത് ഇലക്ഷൻ ടെക്നിക്കാണോ മറ്റെന്തെങ്കിലും വേണോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ സഖാവ് നായനാരുടെ വീട്ടിൽ ഇപ്പോൾ പോയാൽ അതൊരു തെറ്റല്ല. ഇപ്പം നാളെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ സഖാവ് VS അച്യുതാനന്ദനെ കാണാൻ പോയാൽ അതിലും ഞാൻ തെറ്റ് പറയില്ല. കാരണം അതൊക്കെ വലിയ നേതാക്കളെ ഏത് പാർട്ടിയുടെ ആയാലും നമ്മളെ പ്രത്യേകിച്ചും അവർ മരിച്ചതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ വയസ്സായിരിക്കുമ്പോഴും അസുഖമായിരിക്കുമ്പോഴും ഒക്കെ പോയി കാണണം. നല്ല സ്വഭാവമാണ്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതും ഞാനിത് രാഷ്ട്രീയമല്ല, ശാരദ ടീച്ചറും പറഞ്ഞു ഇതിൽ രാഷ്ട്രീയമില്ല, സുരേഷ് ഗോപി സുഹൃത്തായിരുന്നു, നായനാർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വളരെ അടുപ്പം സുരേഷ് ഗോപിയായിട്ടുണ്ടായിരുന്നു. ചില സിനിമകളിൽ പോലും നായനാരുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ചില കമൻറ്റുകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പത്രം സിനിമയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഉടനെ പറയും മോനെ ഞാനും ഒരു പത്രാധിപരായിരുന്നു എന്ന് പറയും. അത് നായനാരെ ഉദ്ദേശിച്ചാണ്, ഒരു സംശയമില്ല. എന്താ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു വന്നത്, അതിനപ്പുറത്തൊരു അജണ്ട ഈ സന്ദർശനത്തിന് സഹമന്ത്രിക്ക് ഉണ്ടോ എന്നത് നമ്മൾ കാണേണ്ടത്. കാരണം വലിയ തോതിൽ വോട്ടിങ്ങിൽ ഷിഫ്റ്റ് CPM വോട്ടിൽ BJP-ക്ക് അനുകൂലമായി പല സ്ഥലങ്ങളിലും ഉണ്ടായി എന്ന വാർത്ത ഒരുപക്ഷെ മലബാറിൽ പോലും, മലബാറിൽ അത് അധികം UDF-നാണ് പോയെങ്കിലും മലബാറിൽ പോലും ഉണ്ടായി എന്ന ഒരു സംഭവമുണ്ട്. BJP-യും CPM-ഉം തമ്മിൽ നേരിട്ട് എപ്പോഴും ഏറ്റുമുട്ടുന്ന RSS CPM സംഘർഷമുള്ള മേഖലയാണ് പ്രത്യേകിച്ചും വടക്കൻ മലബാർ. കാസർഗോഡ് ഒക്കെ BJP-ക്ക് വളരെ ശക്തിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കല്യാശ്ശേരിയിലോ അതുപോലെയുള്ള ഇടങ്ങളിലോ ഇദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ഒരുപക്ഷെ രാഷ്ട്രീയ ലാഭം നോക്കിയേക്കാം. ഞാനൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ പാർട്ടിക്ക് ഗുണകരമാവുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കണമല്ലോ. ഏതായാലും അതൊക്കെ നമുക്ക് തെളിയണമെങ്കിൽ കുറച്ച് കാലം കൂടി എടുക്കും. ഇപ്പോൾ പറയാൻ കഴിയുന്നത് അദ്ദേഹം ഗുരുസ്ഥാനീയനായി കാണുന്ന മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹം പോയി ആ അനുഗ്രഹാശിസുകൾ തേടാനാണ്. ശാരദ ടീച്ചർ അത് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമുണ്ട് എന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഏത് നേതാവും അങ്ങനെ പോകും. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കണ്ണൂർ എടുക്കും എന്ന്. അങ്ങനെ ഓടിച്ചെന്ന് എടുക്കാൻ പറ്റുന്ന സാധനമാണോ കണ്ണൂർ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. എന്തായാലും കണ്ണൂർ എടുക്കും എന്ന് പഴുപ്പ് തൃശ്ശൂർ എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് ഒരുപാട് ട്രോള് കേട്ടതാണ്. അദ്ദേഹം അന്ന് തന്നെ തൃശ്ശൂർ വെച്ച് തന്നെ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. തൃശ്ശൂർ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കണ്ണൂർ തന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്. ഇതൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. CPM വോട്ടിൽ പ്രത്യേകിച്ചും പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും BJP-ക്ക് CPM-നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതോ CPM-ന്റെ വോട്ടിന്റെ ഇരട്ടി വെച്ച് വോട്ടുന്നോ കണക്കെനിക്കറിയില്ല. വളരെ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ വലിയ തോതിൽ ഒരു ഷിഫ്റ്റ് BJP ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഒരു സൂചനയാകാം ഈ സന്ദർശനം. ഏതായാലും ടീച്ചർ പറഞ്ഞത് ഇത് വ്യക്തിപരമായ സന്ദർശനമാണ്. ഗുരുതുല്യനായ സഖാവ് ഇ കെ നായനാരെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെ കാണാൻ പോയതാണ് എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിൻ്റെ രാഷ്ട്രീയം. സുരേഷ് ഗോപിയെ നമ്മൾ TV-യിൽ സിനിമയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും പ്രസിദ്ധമായ പ്രയോഗങ്ങളൊക്കെ തട്ടിക്കയറുന്നതാണ്. അത് ഓർമ്മയുണ്ടോ ഈ മുഖമായാലും, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ആയാലും, ഷിറ്റ് എന്ന് പറയുന്നതായാലും, അദ്ദേഹത്തിൻ്റെ ഒരു ജ്വലിക്കുന്ന യുവത്വം എന്ന അർത്ഥത്തിൽ അധികാരികളുടെ മുഖത്ത് നോക്കി
ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ഒരു തരം ഭാഷ പറയുന്ന ആളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അധികാരികളോടല്ല അദ്ദേഹം സംസാരിക്കുന്നത്, ജനങ്ങളോടാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പോലും ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞാനൊരു മാധ്യമത്തിൽ പറയുമ്പോൾ അത് ഞാൻ ആ മാധ്യമത്തോടല്ല പറയുന്നത്, ജനങ്ങളോടാണ്. ഈ ശൈലി അദ്ദേഹത്തിന് ഇപ്പോഴും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂർ പ്രചരണത്തിനിടയ്ക്കും ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനു മുമ്പും പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. സുരേഷ് ഗോപിയുടെ ഈ ശൈലിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാണ് ശ്രദ്ധയോടെ നമ്മൾ നിൽക്കുന്നത്. കാരണം ഇതുവരെ ഒരുപക്ഷെ അദ്ദേഹം MP പോലും ആയിരുന്നില്ല. MP എന്ന് പറഞ്ഞാൽ രാജ്യസഭാ മെമ്പർ ആയാലും അദ്ദേഹം ജനങ്ങളുടെ MP ആയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം MP മാത്രമല്ല, കേന്ദ്ര ക്യാബിനറ്റിലെ ഒരു സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് കുറെ കൂടി ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾക്ക് നമുക്ക് വിരോധമുണ്ട്. അപ്പൊ ഡൽഹിയിൽ വെച്ച് സത്യപ്രതിജ്ഞ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ ചില ആശങ്കകളൊക്കെ ഉണ്ടായി നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ചില വിഷമങ്ങളുണ്ടായി. ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചു, അത് കിട്ടിയില്ല. സഹമന്ത്രിയായി എന്നതിലെ മാനസിക രോഷമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒരു ട്രെയിൻഡ് രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട്, പരുവപ്പെട്ട രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇത്തരം വികാരങ്ങളൊക്കെ മുഖത്ത് വരും. എത്ര നല്ല അഭിനേതാവായാലും. കാരണം വല്ലാതെ മനുഷ്യന് ഫീൽ ചെയ്താൽ അതൊക്കെ മുഖത്ത് വരുമല്ലോ. അത് വരും, അത് തെറ്റില്ല. പക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട്, മീഡിയ വണ്ണോടാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞത്, ചോദ്യത്തിന് പറഞ്ഞ മറുപടി, ഭരണഘടന നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ, ഭരണഘടനാനുസൃതമായല്ലേ വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തട്ടിക്കയറേണ്ട കാര്യമില്ല. കാരണം ആ ചോദ്യം രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമാണ്. മോദി സർക്കാരിനെതിരെ NDAക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണം അത് ഭരണഘടനാ സ്ഥാപനങ്ങളെ വിലവയ്ക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ മുഴുവൻ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്, ഇന്നലെ വയനാട്ടിൽ പോലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഭരണഘടന ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു എന്ന് കാണുക. ആ ചോദ്യം ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത മറുപടിയാണത്. അങ്ങനെ പറയാൻ അത് മാത്രമല്ല, അദ്ദേഹത്തിന് മൊത്തം ഒരു അസ്വസ്ഥത ആകെ ഉണ്ടായതായി നമ്മൾ കാണുന്നുണ്ട് യാത്രയിലുടനീളം. ഇത് ഒരിക്കലും ഒരു മന്ത്രി എന്ന നിലയ്ക്ക് യോജിച്ചതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വെറും രാഷ്ട്രീയ നേതാവ് പോലുമല്ല, അദ്ദേഹം സിനിമാക്കാരനല്ല, MP പോലും മാത്രമല്ല, മന്ത്രിയാണ്. കേരളത്തിന് 2 മന്ത്രിമാരെ കിട്ടിയതിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ മന്ത്രിമാരെ കിട്ടുന്നതിൽ അത്ര വലിയ സന്തോഷമുള്ള ആളൊന്നുമല്ല. കാരണം മന്ത്രിയല്ല പ്രധാനം. മന്ത്രിമാർക്കാകെ ചെയ്യാവുന്നത് അവരുടെ വകുപ്പുകളിൽപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. ശ്രീ സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് 10 വകുപ്പുകളുടെ സെക്രട്ടറിമാർ എൻ്റെ നിയന്ത്രണത്തിലുണ്ടാവും, അവരെ കൊണ്ടൊക്കെ കേരളത്തിന് കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. ഇപ്പൊ 10 സെക്രട്ടറിമാരുണ്ടാവുമോ എന്നറിയില്ല. ഒരുപക്ഷെ പെട്രോളിയം വകുപ്പിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വകുപ്പിലുള്ള 10 സെക്രട്ടറിമാർ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവും. അതല്ലല്ലോ ചോദ്യം. എന്തായാലും നിൽക്കട്ടെ. ഇനി പെട്രോളിയം മന്ത്രി എന്ന നിലയിൽ കേരളത്തിന് അദ്ദേഹം എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം പെട്രോളിന്റെ ഡീസലിന്റെ വില നിശ്ചയിക്കുന്ന കാര്യത്തിലൊന്നും ഇവര് ഇത് കമ്പനികൾക്ക് വിട്ടുകൊടുത്തേക്കാണ്. അതിപ്പോ സുരേഷ് ഗോപി ഒരാൾ വിചാരിച്ചാൽ കേരളത്തിൽ മാത്രം ഇങ്ങനെ പെട്രോളിന്റെ വില കുറയ്ക്കാൻ പറ്റുക, ഡീസലിന്റെ വില കുറയ്ക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ സംഭവിക്കുക എന്താണ്? സംഭവിക്കുക അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ കൊല്ലത്ത് തീരത്ത് പെട്രോൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകണു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കൊല്ലത്ത് തീരത്ത് പെട്രോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിന് പെട്രോളിയം മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ആലോചിക്കണം. ഇപ്പം റെയിൽവേ വികസനത്തിനോ കേരളത്തിന്റെ മറ്റ് അടിസ്ഥാനപരമായ വികസനങ്ങൾക്കോ ഒക്കെ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. റെയിൽവേ വികസനത്തിന് റെയിൽവേ ഒരുപാട് വികസനം ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ വികസനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളീയർക്ക് അദ്ദേഹം എന്തായാലും മന്ത്രിയാണല്ലോ. 5 കൊല്ലം നമ്മുടെ നികുതി പണം ശമ്പളം അല്ലെങ്കിൽ ശമ്പളം വാങ്ങാതിരിക്കുക എന്തോ കിട്ടുന്നൊരു മന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കഴിയട്ടെ. അല്ലാതെ അഹങ്കാരത്തോടു കൂടി അദ്ദേഹം ഇനി സംസാരിക്കരുത് എന്നാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.